ആരെ അറിയിക്കാണ്ട് നാട്ടിലേക്ക് വരണമെന്നുണ്ടായിരുന്നെങ്കിലും ചില സാഹചര്യ സമ്മർദ്ദത്താൽ എനിക്കതിന് പറ്റിയില്ല. ആ സാഹചര്യ സമ്മർദ്ദം എന്താണെന്നല്ലേ? ക്രിസ്മസ് ഹോളിഡേയ്സ് ഒരു 3 ആഴ്ചയോളം കിട്ടും. എന്നാൽ ഞാനൊരു 7-10 ദിവസമൊക്കെ മുന്നോട്ടെടുത്താൽ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം കൂടാനും പറ്റും. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മനുഷ്യക്കോലത്തിൽ നിൽക്കുന്ന എന്തെങ്കിലും ഡ്രസ്സൊക്കെ വേണ്ടേ? ഈ ഡ്രസ്സൊക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടും? വീട്ടിൽ നിന്ന് കൊണ്ടു തരണ്ടേ? സോ അത് കാരണം എനിക്ക് ആൾക്കാരെ അറിയിക്കേണ്ടി വന്നു. ഡൽഹി ഇറങ്ങി ബാഗേജ് കളക്ട് ചെയ്ത് കസ്റ്റം ക്ലിയറൻസും കഴിഞ്ഞ് ടെർമിനൽ 2 കണ്ടുപിടിച്ച് അവിടെ എത്തുമ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് എന്നാണല്ലോ പോയതും ഞാനൊരു ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്ത് കഴിച്ചത്. 5 മണിക്കൂർ ലേ ഓവർ ആയതുകൊണ്ട് തന്നെ ബോറടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ബാഗേജ് കളക്ട് ചെയ്തും കസ്റ്റം ക്ലിയർ ചെയ്തും എല്ലാം വരുമ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ കോയമ്പത്തൂരിൽ കയറിയ ഫ്ലൈറ്റിന് ഭയങ്കര ടർബുലൻസ് ആയിരുന്നു. 8 പ്രാവശ്യമെങ്കിലും അതിങ്ങനെ കിടന്ന് ആടിയിട്ടുണ്ടാവും. കോയമ്പത്തൂരിൽ ഓൺ ടൈം തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബാഗേജിനും അധികം ടൈമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കോയമ്പത്തൂർ ടു തൃശ്ശൂർ പാലക്കാട് ബോർഡറാണ്. കല്യാണ വീട് വടക്കഞ്ചേരി എന്ന് പറഞ്ഞ പ്ലേസിലാണ്. അവിടേക്ക് ഞാൻ ക്യാബ് എടുക്കുകയാണ് ചെയ്തത്. പക്ഷെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പാലക്കാട് ജംഗ്ഷനിൽ പോയി അച്ഛൻ അവിടെ നിൽക്കാനായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാധനം വാങ്ങിച്ച് എൻ്റെ ബാഗ് അച്ഛന് കൊടുത്തിട്ട് വേണമായിരുന്നു എനിക്ക് ഈ വീട്ടിലേക്ക് പോകാനായിട്ട്. എനിക്ക് പാവം തോന്നിയിട്ടോ. എത്ര സമയമാണെന്നറിയോ വെയിറ്റ് ചെയ്തത് എനിക്ക് വേണ്ടിയിട്ട്. DJ തീരാൻ 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞാൻ എൻട്രി ചെയ്തത്. 5 മിനിറ്റിലേക്കാണെങ്കിൽ ഞാൻ സ്റ്റെപ്പൊക്കെ ഇട്ട്, കാരണം ഇവരൊക്കെ 5 മിനിറ്റുള്ള വേഗം കളിക്ക് സ്റ്റെപ്പിട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ ബ്രൈഡിനെ 5 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. മാസ്റ്റേഴ്സിലാണ് ലാസ്റ്റ് കണ്ടത്. ഹോളിന്ന് ഞങ്ങൾ തിരിച്ചു വരണ വഴിക്ക് പൊറോട്ടയും വാങ്ങിച്ചിട്ടായിരുന്നു വന്നത്. അങ്ങനെ രാത്രി ഞങ്ങൾ പൊറോട്ട തീറ്റയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ബ്രൈഡ് ശ്രീലക്ഷ്മി. ബുജിമോളാണ്. USA MIT പോസ്റ്റ് ഡോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ കാലത്തിന് ശേഷം ഫ്രണ്ട്സ് മീറ്റ് ചെയ്യുമ്പോൾ അറിയാലോ, നല്ല അലമ്പായിരിക്കും. ഞങ്ങൾ സംസാരമായിരുന്നു. വാ അടച്ചേ വെച്ചിട്ടുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ഞാനും അൽഷയും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അൽഷയ്ക്ക് ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടി തോന്നി. അങ്ങനെ ഞങ്ങൾ ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അവൾക്ക് കഴിക്കാൻ തോന്നിയതെങ്കിലും ഞങ്ങൾ എല്ലാം ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാളെ എന്ത് ഡ്രസ്സ് ഇടും എന്നുള്ള കൺഫ്യൂഷനേക്കാളും ഇന്ന് ഏത് ചോക്ലേറ്റ് കഴിക്കും എന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. സോ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.